ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോക്കോ ലാവ കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. ഞാനിവിടെ ഒരു ബർബണിൻ്റെ ബിസ്ക്കറ്റ് ഒരു പാക്കറ്റാണ് എടുത്തത്. അത് നമുക്ക് ഇതുപോലെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവറുള്ള ബർബൺ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഏത് ബിസ്ക്കറ്റും ഇതുപോലെ എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനിവിടെ 1/3 കപ്പ് പാലാണ് എടുത്തത്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് ഈ ഒരു അളവ് തന്നെ മതിയാവും പാല്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അധികം ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡി ആയി കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 1/3 കപ്പ് പാല് തന്നെ മുഴുവനായിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പോറിങ് കൺസിസ്റ്റൻസി വേണം നമ്മുടെ കേക്കിന്. അധികം ലൂസാവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയും ആയിരിക്കരുത്. ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മൾ ചോക്കോ ലാവ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ കുഴിയിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചോക്ലേറ്റ്, ഏത് ചോക്ലേറ്റ് ആണോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ഏതാണോ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ബാറ്റർ ഇതുപോലെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള, എന്നാൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ ലാവ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ കേക്കിൻ്റെ മുകളിലൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കാണാനൊരു ഭംഗി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് മാത്രം ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.